അപ്പോൾ ഇന്ന് നമ്മൾ പറവൂർ പോവാ. നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ അവസാനത്തെ അവസാനത്തെ ആയിരിക്കും ഇന്ന്. ഇപ്പം വലിയ പർച്ചേസായിട്ട് ഇന്നിപ്പോൾ അവസാനത്തെ ആയിരിക്കും. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ ഇതായിട്ട് ഒരെണ്ണൊക്കെ ആയിട്ട് പോയി വാങ്ങിക്കാനുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. വലിയ ഇത് അവസാനത്തെ ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മളങ്ങനെ പറവൂർ പോവാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. പിന്നെ ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കാനുണ്ട് കുറച്ചും കൂടി, കുറച്ച് ഷേപ്പ് ചെയ്യാനോ അങ്ങനെ തന്നെയൊക്കെ ആയിട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ കുറച്ചൊക്കെ തയ്ക്കാൻ കൊടുത്തത്. ഇനി കുറച്ചുകൂടി ഉണ്ട്. അത് മറ്റേത് തയ്ക്കാനുള്ളത്, ഇത് ഇനി ഷേപ്പ് ചെയ്യാനുള്ളതാണ്. കുറച്ച് ഓർഡർ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പോവാം. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, കുറച്ച് കമ്മൽ വാങ്ങിക്കണം, അങ്ങനെ കുറച്ച് ലിപ്സ്റ്റിക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ പോയിട്ട് ഇന്ന് വാങ്ങിക്കണം. അപ്പം ഇപ്പോൾ ഉച്ചയാണ്, ഉച്ചയ്ക്ക് നമ്മൾ ഇറങ്ങുക. അമ്മ ഹാഫ് ഡേ ലീവ് എടുത്തേക്ക്. അപ്പോൾ നമ്മൾ പറവൂർ എത്തുമ്പോഴത്തേക്ക് അമ്മ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു, നമ്മൾ ഒരുമിച്ച് പോകുന്നു. അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ. എനിക്കൊന്ന് ത്രെഡ് ചെയ്താക്കുള്ളത്. ഞാൻ ഒരു മാസത്തിൽ കൂടുതലായി ഞാൻ ത്രെഡ് ചെയ്തിട്ട്, ആ സേവ് ദ ഡേറ്റിന് പോലും ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല ഗൈസ്. പറ്റില്ല, അതെന്താ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഗൈസ് സേവ് ദ ഡേറ്റ് വീഡിയോക്കൊക്കെ നല്ല എന്താ പറയുക, നല്ല കുറേ പേര് കണ്ടു. താങ്ക് യു ഗൈസ്. കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സേവ് ദ ഡേറ്റിൻ്റെ ഇത് തന്നിട്ട്. അപ്പം നമ്മളിപ്പോൾ ഇന്ന് പോയിട്ട് ത്രെഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. സമയം പോലെ ത്രെഡൊക്കെ ചെയ്ത് സുന്ദരിയായിട്ട് വരാം. ഓക്കെ. നമ്മൾ സ്റ്റോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ശരി, Search for our comedy podcast, Our Last Week, new season on Spotify and follow us now. എന്താ ഇവിടെ ഇരിക്കണേ? നല്ല പാട്ടൊക്കെ കേട്ടിരിക്കല്ലേ? നല്ല രസമല്ലേ? റെഡിയാ ഗൈസ്. ഞങ്ങൾക്ക് ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കാൻ പോവാം. അമ്മ പോയി. ഗൈസ് നമ്മൾ ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കാനായിട്ട് വരുന്നേക്കാം. കൊടുക്കാൻ പോകാൻ വേണ്ടി വന്നേക്കാം. അപ്പോൾ നമ്മളതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കണം. അമ്മേനെ വെച്ചിട്ട് അമ്മത് നടന്ന് വരുന്നുണ്ട്. അമ്മ വന്നു കഴിയുമ്പോൾ നമുക്ക് തയ്ക്കാൻ കൊടുക്കാം. ഗൈസ് അമ്മ വരുന്നത് കേട്ട്. സാധു അമ്മ എൻ്റെ അളവൊക്കെ എടുത്തു. ഇനിയിപ്പോൾ അവർ എന്തൊക്കെയൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുക, റെഫറൻസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. നമുക്കതിനെ പോസ്റ്റ് അടിച്ച് കുറച്ചായിരിക്കാം. ഇതാണ് റെഫറൻസ്. ഇതിങ്ങനെ ആക്കി എടുക്കണം. കുറേ സമയം എടുത്തിട്ട് വളയും മലയൊക്കെ മേടിച്ചു. എത്ര മണിക്കൂർ നിന്നു എന്നുള്ളത് അറിയില്ല. കുറേ നേരം നിന്നു. ഇപ്പോൾ നമ്മൾ മാർജി ഫ്രീ വന്നേക്കാം സാധനങ്ങളൊക്കെ മേടിക്കാൻ. അപ്പം നമുക്ക് ഓരോന്ന് മേടിക്കാം. ഇത് മാർജി സെക്ഷൻ. ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് നോക്കാം ഗൈസ് എന്തൊക്കെ മേടിക്കണം എന്നുള്ളത്. ഇവിടെ കാര്യമായ പർച്ചേസിലാണ്, നമുക്ക് നോക്കാം. ഗൈസ് ഒരു ലോഡ് സാധനം മേടിച്ചിട്ട് നമ്മൾ ഇറങ്ങും. ഗൈസ് അപ്പോൾ കുറേയൊക്കെ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പറവൂരിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെടുക്കണം.
ഷോപ്പിംഗ് ചെയ്ത് തീരാറായി. ഇപ്പം ലെഗിങ്സ് എടുക്കാൻ പോയേക്കാം. വയ്യാണ്ടായി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം മേടിക്കാൻ വേണ്ടി പോവാം. അടുത്ത് ക്ഷീണിച്ച് ഇതേ ബാക്കിലുണ്ടെങ്കിൽ വയ്യാണ്ടായി. അയ്യോ ഇപ്പം സമയം 6 മണി എന്തോ കഴിഞ്ഞു കേട്ടോ. നമുക്ക് വീട്ടിൽ പോകണം. ഇനി ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി പോവാം. ഫ്രൂട്ട്സ് മേടിക്കൽ കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോവാം. ഓക്കെ. അമ്മുതേ തണ്ണിപ്പത്തേനും പിടിച്ചോണ്ട് ഇപ്പം ഉണ്ട് ഗൈസ്. നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചു, ആപ്പിൾ വാങ്ങിച്ചു, മുന്തിരി വാങ്ങിച്ചു, പേരയ്ക്ക വാങ്ങിച്ചു, പപ്പായ വാങ്ങിച്ചു. നമ്മൾ വീട്ടിൽ പോവാം. ഒച്ച കേൾക്കണ്ടോന്ന് എനിക്ക് അറിയില്ല. ഓട്ടോയിലാണ്. നമ്മൾ ശരിക്കും ഒന്ന് നോക്കണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു. കാരണം കല്യാണത്തിന് വേണ്ടിയിട്ട് എൻ്റെ അപ്പും എനിക്കും ചോദിനും അമ്മയ്ക്കും ഒക്കെ. പക്ഷേ അത് നടന്നില്ല. സമയം ഇപ്പം ഇത്രയായി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ 6:30 കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആ ടൈമില്ല. അപ്പോൾ ഇനിയും പിന്നെ എപ്പോഴേലും നമുക്ക് ചെരുപ്പ് നോക്കാം. അപ്പോൾ അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇപ്പം നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാം. വീട്ടിൽ പോയിട്ട് നല്ല കുളിയൊക്കെ കുളിച്ച് ഇഷ്ടം വേർത്തു. അപ്പോൾ നേരെ തന്നെ പോയി കുളിച്ച് ഭക്ഷണം ഫുഡ് കഴിച്ച് ഒക്കെ ചെയ്യണം. ഇനിയും വീട്ടിൽ പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അതെടുത്തോളാം ഗൈസ്. അപ്പോൾ പോരാളിയുടെ ഒച്ചപ്പാട് തുടങ്ങി. അപ്പോൾ നമുക്ക് വേഗം അങ്ങോട്ട് പോകണം. ഇല്ലെങ്കിൽ പോരാളി ചിലപ്പോൾ ഫോണൊക്കെ താഴെ പൊട്ടിച്ചെന്ന് വരും. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിയാണ്. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ വരുമ്പം ഷെയർ ചെയ്യാം. ഓക്കെ ബൈ.